ഇന്നത്തെ വീഡിയോയിൽ WD എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണിക്കാൻ പോവാണ്. ഇന്നിപ്പോൾ ഈ വീഡിയോന് വേണ്ടി നമ്മൾ ESP8266 D1 മിനിയാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ESP32 ഒക്കെ ഉപയോഗിക്കാം, നോർമൽ നോഡ് MCU ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ അത് തന്നെ നമുക്ക് PC ആയിട്ട് ഇത് കണക്ട് ചെയ്യാം. ആദ്യം PC ആയിട്ട് കണക്ട് ചെയ്ത് ഇനി ബ്രൗസറിൽ കയറിയിട്ട് install.wd.me എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ WD ഇൻസ്റ്റാൾ ചെയ്യുന്ന വെബ്സൈറ്റിലാണ്. എന്നിട്ട് ഇവിടെ ഇൻസ്റ്റാൾ നിൽക്കാട്ടോ. ഇൻസ്റ്റാൾ നോക്കിയിട്ട് നിങ്ങളുടെ ഡിവൈസ് ഇപ്പോൾ കാണുന്നില്ല എന്ന് ചോദിച്ചോ. ഇപ്പോൾ ഇൻസ്റ്റാൾ നോക്കി എൻ്റെ ഡിവൈസ് ഇപ്പോൾ കാണാനില്ല. നിങ്ങളെ ഇത് കമ്മ്യൂണിക്കേഷൻ പോർട്ട് വേറെയാണ്, അതല്ല വേണ്ടത്. ഒരു USB സീരിയൽ പറഞ്ഞ ഡിവൈസ് കാണണം. അപ്പോൾ അത് കാണില്ല. അപ്പോൾ ഒരു ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യണം നിങ്ങൾ അതിന് വേണ്ടി. ഇവിടെ നോ ഡിവൈസ് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് 2 ലിങ്ക് കാണാൻ പറ്റും. ഒരു CP2102 സ്ക്വയർ ചിപ്പ് അല്ലെങ്കിൽ CH340 പറഞ്ഞ റെക്റ്റാങ്കിൾ ചിപ്പ്. നമുക്കിപ്പോൾ CH340 പറഞ്ഞ റെക്റ്റാങ്കിൾ ചിപ്പാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. എൻ്റെ അതിൽ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ അടിയിൽ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യും. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് കണ്ടിട്ട് നിങ്ങൾക്ക് കാണാം USB സീരിയൽ പറഞ്ഞൊരു കോംപോർട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ കണക്റ്റ് ആക്കാം. എന്നിട്ട് ഇൻസ്റ്റാൾ WD ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എറൈസ് ഡിവൈസ് ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ ഇപ്പോൾ കഴിഞ്ഞ് എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വൈഫൈ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഇപ്പോൾ സ്കാൻ ചെയ്യാനാണ്. സ്കാൻ ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങളുടെ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാനാണ്. നെറ്റ്വർക്ക് സെലക്ട് ചെയ്തതിന് ശേഷം വൈഫൈയുടെ പാസ്വേഡ് അടിക്കണം. എന്നിട്ട് കണക്റ്റ് ആക്കുക. ഇപ്പോൾ നമ്മുടെ ഡിവൈസ് സക്സസ്ഫുള്ളി പെയർഡ് ആയിട്ടുണ്ട് വൈഫൈ ആയിട്ട്. ഇനി നമുക്ക് ഒരു സ്ട്രിപ്പ് ആഡ് ചെയ്ത് നോക്കാം. അതിനകത്ത് സ്ട്രിപ്പിൻ്റെ കണക്ടർ ഞാനിപ്പോൾ ESP82 സോൾഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ESP82 WD ബൈ ഡിഫോൾട്ട് ഡാറ്റ പിന്നെ D4 ആണ്. ഇപ്പോൾ പവർ ചെയ്യാൻ പോകണമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സ്ട്രിപ്പ് ഇപ്പോൾ കത്തുന്നുണ്ട്. ഇനി നമുക്ക് WD ആപ്പ് വഴി നമുക്കിത് കുറച്ച് കോൺഫിഗറേഷൻ ചെയ്യാണ്ടില്ല. നിങ്ങളുടെ ഫോൺ സെയിം നെറ്റ്വർക്കിലാണെങ്കിൽ WD ആപ്പിൽ കയറിയിട്ട് ജസ്റ്റ് റീഫ്രഷ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ WD ഡിവൈസ് വരും പുതിയതായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഞാൻ ഓൺ ഓഫ് ചെയ്യാണ്. കൺട്രോൾ ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ. കുറച്ച് കോൺഫിഗറേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ WD ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മേളിൽ ഇപ്പോൾ സ്കിപ്പ് റിപ്പോർട്ടിങ് കൊടുത്തിട്ട് മേളിൽ കോൺഫിഗ് കാണാൻ പറ്റും. ഇപ്പോൾ കളറാണെങ്കിൽ ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതൊക്കെ വർക്കിംഗ് ആണെന്ന്. കളറൊക്കെ മാറുന്നുണ്ട്. ടോപ്പ് റൈറ്റിൽ കോൺഫിഗ് ക്ലിക്ക് ചെയ്തിട്ട് LED ഹാർഡ്വെയർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ കറണ്ട് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പോകണേ. ഒരു 500 mAh സെറ്റ് ചെയ്യാനുള്ളൂ. കാരണം ഇപ്പോൾ USB കൂടെ ഞാൻ വലിക്കണത്. കുറച്ചുകൂടി താഴത്തോട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും LED ലെങ്ത് കാണാൻ പറ്റും. അതാണ് നമ്മുടെ എത്ര പിക്സലാണ് കത്തിരിക്കണം. 30 പിക്സൽ ഇപ്പോൾ കറണ്ടിൽ കത്തിരിക്കണം. അതപ്പോൾ 300 ആക്കുക. 5 മീറ്ററിൻ്റെ സ്ട്രിപ്പാണ് ഇത്. അപ്പോൾ ഈ 500 mAh സെറ്റ് ചെയ്താലും കുറച്ച് ഡിമ്മാവും LED, കാരണം അത്രയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം പവർ. അപ്പോൾ നമ്മുടെ LED കംപ്ലീറ്റ് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കാണാം, പല പല എഫക്ട്സ് ഒക്കെ ഇട്ട് കാണിച്ചു തരാൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ WD ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ട്യൂട്ടോറിയൽ. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ.